കുമ്പസാരക്കൂട്ടിൽ രക്തസാക്ഷിത്വം വരിച്ച് കർത്താവിന്റെ ആലയത്തിൽ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ബലിയാക്കപ്പെടുകയായിരുന്നു ഫാദർ ജോസഫ് ട്രാൻഗോക് താഹ് എന്ന യുവവൈദികൻ. ജനുവരി 29 വൈകിട്ട് വിയറ്റ്നാമിലെ ഡാക്മോട്ടിലെ മിഷൻ ദേവാലയത്തിൽ ദിവ്യബലിക്ക് മുന്നോടിയായി കുമ്പസാരിപ്പിക്കുന്നതിനിടെയായിരുന്നു വൈദികന് നേരെ കത്തിയാക്രമണം ഉണ്ടായത്. ഏറെ താമസിയാതെ അദ്ദേഹം നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായി കോൺടും രൂപത അറിയിച്ചു. ജനുവരി 30 കോൺടും രൂപതയിലെ ഡൊമിനിക്കൻ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. തുടർന്ന് രൂപതാ ബിഷപ്പ് അലോയ്സിയോയുടെയും നിരവധി വൈദികരുടെയും കാർമ്മികത്വത്തിൽ ഫാദർ ജോസഫിന്റെ ആത്മശാന്തിക്കായി ദിവ്യബലി അർപ്പിക്കപ്പെട്ടു. ഞാൻ ഒരു പുരോഹിതനായി അൾത്താരയ്ക്ക് ചുവട്ടിൽ മൃത്യു വരിക്കട്ടെ എന്ന ഈരടികൾ സ്വജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കിയ ഫാദർ ജോസഫ് 2018 ഡൊമിനിക്കൻ സഭയിൽ പുരോഹിതനായി അഭിഷിക്തനായത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മരണത്തിന് പോലും തന്നെ വേർപെടുത്താൻ കഴിയില്ല എന്ന് ജീവിച്ചു കാണിച്ച ഫാദർ ജോസഫിന്റെ അകാല വിയോഗം അതീവ ഖേദകരമെങ്കിലും ദൈവത്തിന്റെ പ്രതിനിധിയായി കുമ്പസാരക്കൂട്ടിലായിരിക്കെ മരണത്തെ പുൽകിയ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിൽ ആത്മീയ അഭിമാനത്തോടെ സ്നേഹപ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് ആഗോള കത്തോലിക്ക സമൂഹം.